ടെലിവിഷൻ ചാനലുകൾ തമ്മിലെ മത്സരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്താനുള്ള പൊരിഞ്ഞ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. കുറെക്കാലമായി ഒന്നാമതായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ രണ്ടാഴ്ച റിപ്പോർട്ടർ TV പിന്നിലാക്കിയതും പിന്നീട് ഏഷ്യാനെറ്റ് ഒന്നാം റാങ്ക് തിരിച്ചുപിടിച്ചതും എല്ലാം ചൂടേറിയ വാർത്തയായി മാറി. ഈ പോരിൽ ഒന്നാമതെത്താനുള്ള പൊരിഞ്ഞ ഓട്ടത്തിനിടെ ചാനലുകളിലെ ജീവനക്കാർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല. വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം പണിയെടുക്കാൻ ഫിറ്റായവരെ മാത്രമേ ചില ചാനൽ മേധാവികൾക്ക് പഥ്യമുള്ളൂ. റിപ്പോർട്ടർ TV ചാനലിൽ നിന്ന് പടിയിറങ്ങിക്കൊണ്ട് അഞ്ജന അനിൽകുമാർ എന്ന റിപ്പോർട്ടർ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അഞ്ജന കോട്ടയത്തെ റിപ്പോർട്ടർ TVയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലതു കൈക്ക് 2 ഒടിവുണ്ടാവുകയും ചെയ്തു. കൈ ഒടിഞ്ഞതല്ലേ ഉള്ളൂ, വേറെ കുഴപ്പം ഒന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടിയെന്ന് അഞ്ജന കുറിച്ചു. വിശ്രമമില്ലാത്ത ജോലി കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ട ചികിത്സ ശസ്ത്രക്രിയയിലേക്ക് നീണ്ടു. അടിയന്തര സർജറിക്കായി 4 ദിവസത്തെ അവധി ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി. ബ്യൂറോ ചീഫിന്റെ ശകാരം സഹിക്കവയ്യാതെ പരാതി നൽകിയപ്പോൾ സ്ഥലം മാറ്റമായിരുന്നു ഫലം. താൻ ജോലി വിടാൻ നിർബന്ധിതയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് അഞ്ജന അനിൽകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അഞ്ജനയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ചില യാത്രകൾ അപ്രതീക്ഷിതമായി അവസാനിക്കും, അതുപോലെ ഒന്നാണ് ഇതും. കഴിഞ്ഞ 1.5 വർഷത്തിൽ അധികമായി റിപ്പോർട്ടർ TVയുടെ ഭാഗമായിരുന്നു. ഇവിടെ നിന്നും ഇറങ്ങുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ, അതിലും വലുതായി മറ്റൊന്നുമില്ല. 1 മാസം മുൻപ് കോട്ടയത്തെ റിപ്പോർട്ടർ TVയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലതു കൈക്ക് 2 ഒടിവുണ്ടാവുകയും ചെയ്തു. കൈ ഒടിഞ്ഞതല്ലേ ഉള്ളൂ, വേറെ കുഴപ്പം ഒന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടി. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട കൈയുമായി ജോലിക്ക് കയറാൻ നിർബന്ധിതയായി. റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ടിയിരുന്നത് സർജറിയിൽ എത്തി. അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്ന സർജറിക്ക് വേണ്ടി 4 ദിവസം ലീവ് ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി. അപ്പോൾ മുതൽ സ്ഥാപനം വിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നത് ചാനൽ പ്രൊമോയിലെ ഒരു വാചകമായും കാറിന്റെ സ്റ്റിക്കറായും മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് ആദ്യം നടപ്പിലാക്കേണ്ടത് തൊഴിലിടത്തിൽ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. വാർത്തകൾക്ക് വേണ്ടി തന്റെ കീഴിലുള്ള റിപ്പോർട്ടർമാരെ എന്തും പറയാമെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു ബ്യൂറോ ചീഫാണ് അതിന് കാരണം. കേട്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനും പരാതി നൽകി. ഉടൻ തന്നെ ട്രാൻസ്ഫർ തന്ന് സഹായിച്ചു. ഒരു ജൂനിയർ റിപ്പോർട്ടറുടെ പരാതി ആയതുകൊണ്ട് ഗൗരവത്തിൽ എടുക്കാത്തതായിരിക്കുമെന്ന് ചിന്തിച്ചു. ചില മുതിർന്ന റിപ്പോർട്ടർമാരും പരാതി നൽകി. ഗുണമൊന്നുമുണ്ടായില്ല. ഒടുവിൽ അവർ ഇവിടം വിടുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും തലസ്ഥാനത്ത് ഒരു വിഷപ്പാമ്പായി അയാൾ വാഴുന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്നാണല്ലോ. നോക്കാം. വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചവരുണ്ട്. അവർ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുന്നതും. മുൻപിൽ വലിയ ലക്ഷ്യങ്ങളുള്ളപ്പോൾ തൊട്ടടുത്തുള്ളത് വിട്ടുകളയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു.